Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al-faizina ajma'in. Amma ba'd. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിലായി കുടുംബത്തിലായി കഴിയുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്രമായ റമളാൻ ഷരീഫിലെ 9ാമത്തെ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിട്ടാണ് നമ്മളെല്ലാവരും വന്നു നിൽക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബ് സൂര്യൻ അസ്തമിക്കലോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്തിനെ ചോദിക്കാൻ തന്ന ഈ 10 നമ്മളോട് ഇവിടെ ചോദിക്കാനിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കിട്ടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി റഹ്മത്തിന്റെ 10 നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച 2ാമത്തെ പാത്താണല്ലോ. ഔസതുഹു അൽ മഗ്ഫിറ. 2ാമത്തെ 10 എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന്റെ 10. ആ 10ലേക്കാണ് നാളെ മഗ്രിബോടുകൂടി നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ഈ മഗ്ഫിറത്തിന്റെ 10ലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഏകനായ ഖാലിഖായ യജമാനനായ അല്ലാഹുവിനോട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ റഹ്മത്തിനെ ചോദിക്കണേ. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കൂല. 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ സംഭവം പോലും അതിനുള്ള തെളിവാണ്. 500 വർഷക്കാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യർക്കും അല്ലാഹു കൊടുക്കുന്നത് സ്വർഗം എങ്ങനെയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാ. അതുകൊണ്ട് ഖൽബറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കേണ്ടതുണ്ട്. 2ാമത്തെ 10ലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് നാളെ മഗ്രിബ് സൂര്യൻ അസ്തമിക്കലോടുകൂടി അല്ലാഹുവിനോട് നമ്മൾ സദാസമയം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്. ഈ ജീവിതത്തിന്റെ കാലയളവിൽ എത്രയോ തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ണുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു, കാലുകൊണ്ട് തെറ്റുകൾ ചെയ്തില്ലേ? നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഓരോ അവയവങ്ങളെ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ പല ആളുകളും തൗബ ചെയ്തിട്ടുണ്ടാവാം. എങ്കിലും ഇൻഷാ അല്ലാഹ് 10 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് മഗ്ഫിറത്ത് കൊടുക്കാൻ വേണ്ടി 10 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിക്കുമ്പോ ആ അല്ലാഹുവിനോട് നിരന്തരം നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ടതുണ്ട്. തെറ്റ് ചെയ്യാതെ കുറ്റം ചെയ്യാതെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഓരോ ദിവസവും 70 പ്രാവശ്യം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നോക്കുന്നതെല്ലാം ഹറാമ്, കാണുന്നതെല്ലാം ഹറാമ്, ചെയ്യുന്നതെല്ലാം ഹറാമ്. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മളുണ്ടല്ലോ, ഓരോ ദിവസം എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ. എന്നിട്ട് പറയുകയാണ്, ഫഇന്നി അതൂബു ഇലൈഹി ഫീ കുല്ലി യൗമിൻ 100 മറ. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് 70 മറ. ഓരോ ദിവസവും ഞാൻ 70 പ്രാവശ്യവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് ഹബീബായ തങ്ങളാണ് എങ്കിൽ ഹബീബായ തങ്ങൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് 100 പ്രാവശ്യവും 70
പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചോദിച്ചതെന്നറിയുമോ? ആ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, അന്നത്തെ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത അനക്കങ്ങളോ ഇഷ്ടമില്ലാത്ത ചലനങ്ങളോ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പെരുമാറ്റങ്ങളോ എന്റെ ജീവിതത്തിൽ വരുമോ എന്ന് പേടിച്ചു കൊണ്ടിട്ടാണ് ഓരോ ദിവസവും ഞാൻ ഇസ്തിഗ്ഫാർ ചോദിച്ചത് എന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ അഷ്റഫുൽ ഖൽഖാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്, ലോകം തന്നെ പടക്കാൻ കാരണദൂതരാണ് ഹബീബായ തങ്ങള്. എന്നിട്ട് ഹബീബായ തങ്ങള് ഓരോ ദിവസം അത്രത്തോളം ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട് എങ്കിൽ ചുരുങ്ങിയത് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇനി കഴിയില്ല എങ്കിൽ ഒരു 70 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ചോദിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ നിങ്ങൾ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചോദിക്കണേ സ്വഹാബ. കൂട്ടത്തിൽ പ്രഗൽഭനായ ഒരു സ്വഹാബിയാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അവിടുന്ന് അനസ് തങ്ങൾ ചോദിക്കുകയാണ്, ഒരു എണ്ണം എന്തിനാണ് നബിയേ? 70 എന്ന് പറയുന്ന എണ്ണം എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ അനസ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പൊന്നുമോനെ അനസേ, ഞാൻ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? അന്നത്തെ ദിവസത്തിന് 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോ അന്നത്തെ ദിവസത്തിൽ നമ്മൾ 700 പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ മഗ്ഫിറത്തിന്റെ 10ലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് ചുരുങ്ങിയത് 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെല്ലലോടുകൂടി അന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന 700 പാപം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ മഹത്വം ഇസ്തിഗ്ഫാറിന്റെ ഒന്നാമത്തെ മഹത്വം പറയുകയാണ്. 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയലോടുകൂടി അന്ന് നമ്മൾ ചെയ്യുന്ന 700 പാപം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരികയാണ്. ഒരു ദിവസം മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അല്ലയോ ഹസനുൽ ബസ്രി തങ്ങളെ, ഞാൻ ഒരുപാട് കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്, മഴ കിട്ടാത്തത് കൊണ്ട് വല്ലാത്ത അവസ്ഥയിലാണ്, നമ്മൾ ഉണ്ടാക്കിയ കൃഷിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്, അതിനെന്തെങ്കിലും പരിഹാരം നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത്, നീ ഇസ്തിഗ്ഫാർ പറ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മഴ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. വയുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, മഴയില്ലേ പ്രയാസപ്പെടുന്നവരുണ്ടോ? അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുന്നതാ. അതേപോലെ മറ്റൊരു സഹോദരൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, തങ്ങളെ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി തങ്ങളെ, എനിക്ക് മക്കളില്ലല്ലോ, എന്തെങ്കിലും അദ്കാറുകളോ എന്തെങ്കിലും ചൊല്ലാനോ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ ഹസനുൽ ബസ്രി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ? ഇസ്തിഗ്ഫാർ പറ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺകുട്ടികളാലും പെൺകുട്ടികളാലും നിങ്ങൾക്ക് മക്കളെ തരുമെന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊരു സഹോദരൻ ഹസനുൽ ബസ്രി തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഒരുപാട് നല്ല കച്ചവടങ്ങളെല്ലാം നടത്തുന്നുണ്ട് തങ്ങളെ, ലാഭമില്ല തങ്ങളെ, നഷ്ടത്തിലാണ് തങ്ങളെ, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹസനുൽ ബസ്രി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്തിഗ്ഫാർ പറ,
എന്നാൽ സമ്പത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുരോഗതി തരുമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? താബീങ്ങളിൽപ്പെട്ട ആളാണ്. 300 പ്രവാചകന്മാരെ 300 സ്വഹാബത്തിനെ കണ്ണുകൊണ്ട് കണ്ട ആളാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു 3 ആളുകൾ വന്നപ്പോഴും പറഞ്ഞു കൊടുത്തത് ഇസ്തിഗ്ഫാറ. ക്ലാസ്സിൽ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് അത്ഭുതം തോന്നുകയാണ്. ഉസ്താദിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഉസ്താദേ, ഒരാൾ മഴയില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇസ്തിഗ്ഫാറ, മക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്തത് ഇസ്തിഗ്ഫാറ, കച്ചവടത്തിൽ ലാഭമില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇസ്തിഗ്ഫാറ, മൂന്നിനും ഒരൊറ്റ മരുന്ന് മതിയോ എന്ന് ചോദിക്കുമ്പോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇസ്തിഗ്ഫാർ തന്നെയാ എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ നമ്മളെ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വേവലാതി ഉണ്ടെങ്കിലും എന്തിനും പരിഹാരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചൊന്ന് അള്ളാഹിനോടൊന്ന് കണ്ണീരൊലിപ്പിച്ചൊന്ന് ദുആ ചെയ്താൽ മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് പ്രശ്നങ്ങളും അവിടുന്ന് മാറ്റിത്തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി കൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം കേൾക്കണോ? ഒന്നാമത്തെ മഹത്വം ഞാൻ പറഞ്ഞു, ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ 700 പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അതേപോലെ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അതിനിക്ക് പരിഹാരം കിട്ടും. മൂന്നാമത്തെ ഇസ്തിഗ്ഫാറിന്റെ മഹത്വമെന്ന് കേൾക്കണോ? ഒരുപാട് ആളുകളുടെയും ജീവിതത്തിന്റെ വലിയ അഭിലാഷമാണ്, ഉസ്താദേ ഞങ്ങൾ മുഅ്മിനായി കൊണ്ട് ജീവിച്ചല്ലോ, ഞങ്ങളുടെ സമ്പത്തിലും എല്ലാത്തിലും എനിക്ക് അല്ലാഹു നൽകി, ഇന്ന് രോഗിയായി കിടക്കുകയാണ്, രോഗത്തിലായി അകപ്പെട്ടിരിക്കുകയാണ്, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത് ഈമാൻ കിട്ടി മരിക്കല, അതിന് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട്. അവർക്കുള്ള പരിഹാരം പറയാൻ പോവുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന് മുസ്ലിമും മുഅ്മിനുമായി ജീവിച്ചുകൊണ്ട് മുസ്ലിമും മുഅ്മിനുമായി മരണപ്പെടാമെന്ന് ആഗ്രഹമുണ്ടോ? ഇസ്തിഗ്ഫാർ നിരന്തരം ചൊല്ലിക്കഴിഞ്ഞാൽ ഈമാൻ കിട്ടി മരിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ മഹത്വം പറയുകയാണ്, ഈ ദുനിയാവിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപാട് ആളുകൾ പലവിധ വിഷമങ്ങളിലും പ്രയാസങ്ങളും കഴിയുകയായിരിക്കും, സമാധാനമില്ല, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതി വിഷമങ്ങൾ അറിയിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് സമാധാനം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്നറിയുമോ? ഹബീബായ തങ്ങൾ പറയുകയാ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് സമാധാനമായ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും സമാധാനത്തോടെയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. പല നിരക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ലാഹ്, സമാധാനപൂർവമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.
അഞ്ചാമത്തെ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരുപാട് ആളുകൾ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത്, ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിസ്കരിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. വേദനകളും യാതനകളും നൊമ്പരങ്ങളും സഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം. താങ്ങാൻ പറ്റാത്ത വേദനകൾ സഹിക്കുന്നവരുണ്ടാവാം. അവർക്കുള്ള പരിഹാരം എന്താണെന്നറിയുമോ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത അസുഖങ്ങളൊന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകൂല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ എന്നല്ലേ പറഞ്ഞത്, മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പതിവാക്കി കഴിഞ്ഞാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജാ, അവനിക്ക് കൊടുസായ ജീവിതം, താങ്ങാൻ പറ്റാത്ത ജീവിതം, വിഷമകരമായ ജീവിതം അല്ലാഹു അവർക്ക് കൊടുക്കൂല. നമ്മൾ ഇന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടത്, നമ്മൾ തിരുവനന്തപുരം RCCയിലേക്ക് ഒന്ന് പോയി നോക്കണേ. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോകണേ. ക്യാൻസറിൽ അകപ്പെട്ട ആളുകള്, കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട ആളുകള്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകള്, അങ്ങനെ തുടങ്ങി ഒരുപാട് വേദനകളും യാതനകളും സഹിക്കുന്ന ആളുകളുണ്ടല്ലോ. അവർ അതുപോലത്തൊരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ അതിനുള്ള ഏക പരിഹാരം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ഇസ്തിഗ്ഫാർ പതിവാക്കി കഴിഞ്ഞാൽ വേദനയുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകൂല. സങ്കടമുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകൂല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ പിരിവുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരും പിരിച്ചു കൊടുക്കാൻ പറഞ്ഞത് CH സെന്ററിന്റെ പിരിവിന് വേണ്ടിയിട്ടാ. CH സെന്ററിന്റെ പിരിവിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലതുപോലെ സഹകരിക്കണേ. അതൊന്നും വെറുതെയാകൂല. സ്വർഗം കൊതിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. സ്വർഗം കൊതിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് മുത്ഇമുൽ ജിയാൻ. പാവപ്പെട്ട് വിശന്ന് കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കാനുണ്ടോ? അവര് സ്വർഗം ഇങ്ങോട്ട് കൊതിക്കുന്നതാ. CH സെന്റർ നടത്തുന്ന ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ വല്ലാതെ മനസ്സിന് വല്ലാത്ത നൊമ്പരവും വിഷമങ്ങളും കണ്ടുകൊണ്ട് ഒരുപാട് റീൽസുകളും ഒരുപാട് വീഡിയോകളും നമ്മൾ ഓരോരുത്തരും കണ്ടു. സോഷ്യൽ മീഡിയയിലൂടെ CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾ അടിച്ചു നോക്കുമ്പോ ഒരുപാട് ആളുകൾക്ക് അത്താണിയാണ് CH സെന്റർ. ഒരുപാട് ആളുകൾ ഒരു നേരത്തെ അന്നം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു നേരത്തെ മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മുതലാളിയും കണക്കാ, പാവപ്പെട്ട ആളും കണക്കാ. എല്ലാവരും ക്യൂയിലായി നിന്നുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും മരുന്നും വാങ്ങിക്കൊണ്ട് ആശ്വാസം അർപ്പിക്കുന്നവരുണ്ട്. എങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാനാ CH സെന്ററിന്റെ പിരിവ് ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്നത്. നല്ലതുപോലെ സഹകരിക്കണേ, നല്ലതുപോലെ സഹായിക്കണേ. ആരൊക്കെയാണോ അതിനോട് അകമൊഴിഞ്ഞ് സഹായിക്കുന്നത്, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നീ കൊടുക്കണേ അല്ലാഹ്. ഇസ്തിഗ്ഫാറിന്റെ ആറാമത്തെ മഹത്വം ഞാൻ പറയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഭക്ഷണം നൽകുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഇസ്തിഗ്ഫാറിന്റെ മഹത്വങ്ങൾ പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് പറയാൻ സാധിച്ചു. ജീവിതത്തിൽ ഒരാളെങ്കിലും കൊണ്ട് നടന്നാൽ
അതിൻ്റെ നന്മ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ നടത്തുന്ന സേവനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും അത് കണ്ടിട്ട്, ആരെങ്കിലും അത് കേട്ടിട്ട് ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെങ്ങാനും പ്രതിഫലം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അല്ലാഹുവേ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ആരെങ്കിലും ഞാൻ പറയുന്നത് കണ്ടിട്ട് അതുപോലെ ഞാൻ ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അർഹമായ പ്രതിഫലം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി എണ്ണിയാൽ തീരാത്ത മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇബ്നു മസ്ഊദ്, ഈ ദിക്ർ നീ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിൻ്റെ ഞാൻ പുറത്തു തരും. ആ ദിക്ർ ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, നബിയെ പറഞ്ഞു തന്നാലും എന്ന് പറയുന്ന സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. നമ്മളൊന്ന് പറഞ്ഞാൽ മതി, അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറയുന്ന ദിക്ർ നമ്മൾ ചെല്ലലോടുകൂടി ആ മനുഷ്യന്റെ സകല തെറ്റും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരും. എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും. എന്നിട്ട് പറയാണ്, എത്രത്തോളം എന്നറിയുമോ, മിസ്ല സബദിൽ ബഹർ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ സമുദ്രത്തിലെ തിരമാല അടിക്കുന്ന സമയത്ത് ഓരോ നരകൾ ഇങ്ങനെ പതകൾ ഇങ്ങനെ പൊന്തോരോ അതിന് സമാനമായ തെറ്റുകൾ നമ്മൾ ചെയ്താലും ശരി, ഇബ്നു മസ്ഊദേ, ഈ ദിക്ർ നീ പറയലോടുകൂടി അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിക്ർ ഒന്ന് പഠിക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറയുന്ന ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ അതിങ്ങനെ പതിവാക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറയുന്ന ദിക്ർ. എന്താണ് അതിലൂടെ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അല്ലാഹുവേ, നിന്നോട് ഞാൻ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, നീയല്ലാതൊരു ഇലാഹില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷഹാദത്തിനെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യാണ്? ശക്തിപ്പെടുത്താണ്. എന്നിട്ട് പറയണം, അപ്പോൾ അതൂബു ഇലൈഹി, അല്ലാഹുവേ, ഞാൻ എന്ത് ചെയ്യാണ്? നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് ഞാനിതാ മടങ്ങാണ്, ഖേദിച്ച് മടങ്ങാണ്, എൻ്റെ ഈ പാപം നീ പൊറുക്കണേ, അല്ലെങ്കിൽ എൻ്റെ തൗബ സ്വീകരിക്കണേ എന്നുള്ള ദുആവും കൂടിയാണ്. ഇത് പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? സമുദ്രത്തിന് സമാനമായി, സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായ തെറ്റുകൾ ചെയ്താലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യക്കടലാണ് നമ്മുടെ രക്ഷിതാവ്. കാരുണ്യക്കടലായ രക്ഷിതാവിനോട് തൻ്റെ അടിമകൾ എങ്ങനെയെങ്കിലും ഒന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഒന്ന് പശ്ചാത്തപിച്ച് നമ്മൾ മടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കാണ്. പകലിൽ ചെയ്യുന്ന പാപം പൊറുക്കാൻ വേണ്ടി രാത്രിയിൽ അല്ലാഹു കൈ നീട്ടിയിരിക്കുകയാണ്. രാത്രിയിൽ ചെയ്യുന്ന പാപം പൊറുക്കാൻ വേണ്ടി പകലിൽ അല്ലാഹു കൈ നീട്ടിയിരിക്കുകയാണ്. നമ്മൾ ചോദിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ അല്ലാഹു നമുക്ക് ഇസ്തിഗ്ഫാർ തരാൻ അല്ലാഹു തയ്യാറാണ്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നബ്ബിഹ് ഇബാദി, നബിയെ, നിങ്ങൾ നിങ്ങളുടെ അടിമകളോട് ഉണർത്തി കൊടുക്കണേ. എന്ത്? ഇന്നി അനിൽ ഗഫൂറുർ റഹീം, നിശ്ചയമായിട്ടും ഞാൻ ഗഫൂറുർ റഹീം, ഞാൻ ധാരാളമായി പാപം പൊറുക്കുന്ന ആളും ധാരാളമായി കാരുണ്യം വർഷിപ്പിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ അടിമകൾക്ക്, തന്റെ അടിയാറുകളായ തന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണേ എന്ന് സ്നേഹത്തോടുകൂടി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമളാൻ കടന്നു വന്നപ്പോഴും പല ആളുകളും പലവിധ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പല ആളുകൾ പല
ആഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ബർത്ത്ഡേയുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളോട് ആഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പലവിധ കോപ്രായങ്ങളും പച്ചയായ ഹറാമുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ വന്നിട്ടും നന്നാവാത്ത ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം തന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് മാലാഖമാര് കടന്നു വരികയാണ്. രണ്ട് മാലാഖമാര് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് എണീക്കാൻ വേണ്ടി പറയുകയാ. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനെയും കൂട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കയറാൻ പറ്റാത്ത ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോ ആ മാലാഖമാരുടെ സഹായത്തോടു കൂടി അല്ലാഹുവിന്റെ റസൂല് ആ മലയുടെ മുകളിലേക്ക് കയറുമ്പോ മലയുടെ മുകളിലെത്തിയപ്പോ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. ഒരു മനുഷ്യൻ വാവിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മലക്കുകളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അലറുന്നത്, എന്തുകൊണ്ടിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് റമളാനിൽ ഹറാമുമായിട്ട് അതുപോലെ തെറ്റുകളുമായിട്ട് നടന്ന ആളാ. ആ മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ? ഭീകരമായ വലിയ ഇരുമ്പിന്റെ ദണ്ഡുകൾ ഉപയോഗിച്ച് കാലിന്റെ ഭാഗമുണ്ടല്ലോ മുകളിലേക്ക് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ കാലിന്റെ ഭാഗം മുകളിലേക്കും തലഭാഗം അടിയിലേക്കും ആക്കിയിരിക്കുകയാണ്. അങ്ങനെ വലിയ വലിയ ദണ്ഡുകൾ ഉപയോഗിച്ച് വലിയ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ സബാരിയായ മലക്കുകൾ അടിക്കുകയാ. ആ അടിയുടെ ആഗമനം കൊണ്ടിട്ട് മൂക്കിലൂടെയും വായിലൂടെയും രക്തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് വലിയ ശബ്ദത്തോടു കൂടി ആ മനുഷ്യൻ പൊട്ടിക്കരയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമളാൻ വന്നിട്ടും നന്നായിട്ടില്ല എങ്കിൽ നമുക്കും അല്ലാഹു നൽകുന്ന ശിക്ഷ ഇത്രത്തോളം കഠിനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരം മറിച്ചോ നോമ്പെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ടല്ലോ, ആ നോമ്പിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇലാഹിന്റെ റബ്ബിന്റെ അടുത്ത് നിന്നുള്ള പ്രീതിയാ. ആ മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഈ ജീവിതം കഴിഞ്ഞ് നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോ ആ ഖബറിൽ നിന്ന് എണീക്കുന്ന സമയമുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ പറവകളെ പോലെ പാറുകയാണ്. എന്നിട്ട് സ്വർഗത്തിന്റെ മതിലിന്റെ ചാരത്ത് എത്തുകയാ. എത്തുന്ന സമയത്ത് അവിടുന്ന് സ്വർഗം കാക്കുന്ന മലക്ക് അവിടുന്ന് ചോദിക്കുകയാണ്. റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ, നിങ്ങളുടെ സിറാത്ത് കഴിഞ്ഞോ? അങ്ങനെ പലവിധ ചോദ്യങ്ങളും ചോദിക്കുന്ന സമയത്ത് നോമ്പ് നല്ലതുപോലെ നോമ്പ് നോറ്റിട്ടുണ്ട് എങ്കിൽ നാളെ ഹിസാബില്ലാത്ത അതേപോലെ സിറാത്ത് പാലം ഭീകരമായ അവസ്ഥയിലൊന്നുമില്ലാതെ നാളെ ഖബറിൽ നിന്ന് നാളെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ നാളെ ഒരു പക്ഷിയെ പോലെ പറന്നു പോവാൻ പറ്റുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് നോമ്പാ വേണ്ടതുണ്ട്. നല്ലതുപോലെ നോമ്പ് നമ്മളെല്ലാം നോക്കും. പക്ഷെ നാവിന് നമ്മൾ നോമ്പ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നോമ്പ് ബാത്തിലാകുന്ന അവസ്ഥയാണ്. ഗീബത്ത് വേണ്ട, നമീമത്ത് പറയണ്ട, ഒരാളെയും മാനസികമായിട്ട് വിഷമിപ്പിക്കണ്ട, ഒരാളുടെയും അഭിമാനം പിച്ചിത്തീന്തണ്ട. അതുകൊണ്ട് നിന്റെ നോമ്പ് തന്നെയാണ് ബാത്തിലാകുക. നല്ലതുപോലെ ചിന്തിച്ചോ. നേരം മറിച്ച് നല്ലതുപോലെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നോമ്പ് പിടിക്കുകയാണ് എങ്കിൽ ദാഹവും അതുപോലെ വിശപ്പും മാത്രമേ അനുഭവിക്കുകയുള്ളൂ. ഇന്നത്തെ ഖുതുബയിലൂടെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, വകം മിൻ സ്വായിം, എത്രയെത്ര നോമ്പുകാരാ
ആ നോമ്പിലൂടെ അവർക്കും വിശപ്പും അതുപോലെ ദാഹവുമല്ലാതെ ഒന്നും അതിലൂടെ കിട്ടുകയില്ല. എന്നിട്ട് പറയുന്നുണ്ട് ഗീബത്ത് സൂക്ഷിക്കണേ, നമീമത്ത് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഖുതുബയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഫളാഇൽ നഷ്ടപ്പെടുത്താൻ നിൽക്കല്ലേ, റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗിക്കണേ, അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണേ, അല്ലാഹുവിന്റെ കാരുണ്യം ചോദിക്കണേ. അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ. പറഞ്ഞതിനെയും കേട്ടതിനെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇവിടെ ഒരുപാട് ഇസ്തിഗ്ഫാറിന്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ചോദിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിലൂടെ ഞങ്ങൾക്ക് ഇന്ന് നൽകിയ മുഴുവൻ പ്രതിഫലങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആരൊക്കെയാണോ ഇത് കേട്ടിട്ട് അമലുകൾ ചെയ്യുന്നത് എങ്കിൽ അല്ലാഹുവേ അതിന്റെയൊക്കെ പ്രതിഫലം പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ ഒരുപാട് ലിസ്റ്റുകൾ നേരത്തെ വായിച്ചു. പല ആളുകളും പള്ളിയിലേക്ക് സംഭാവനകൾ അർപ്പിച്ചു. എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വതകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. നോമ്പ് കാലം വന്നപ്പോ അല്ലാഹുവേ നല്ലതുപോലെ നല്ലൊരു മുസ്ലിമായി ജീവിച്ചുകൊണ്ട് മുസ്ലിമായി മരിക്കാൻ നിന്റെ അടുക്കൽ നിന്നുള്ള ഉന്നതമായ പദവി കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് പറയാ സഹോദരന്മാര് സഹകരിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. റമളാൻ ശരീഫിൽ നല്ലതുപോലെ ഞങ്ങൾക്ക് ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്. സാമ്പത്തികമായിട്ട് ഈ റമളാൻ ശരീഫുകളിൽ സ്വതഖകൾ അർപ്പിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ജോലിയിലൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഈ മഹല്ലിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവിടെ സേവനങ്ങളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങൾ അതുപോലെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്. എല്ലാവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നോമ്പിലൂടെ നല്ലൊരു മുസ്ലിമായി നല്ലൊരു നിഷ്കളങ്കമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാമുകളോടൊരു അറപ്പും വെറുപ്പും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ പത്തുതാ ഞങ്ങളോട് വിട ചോദിക്കാനിരിക്കുകയാണ്. നിന്റെ റഹ്മത്തിന്റെ പേമാരി വർഷിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. നോമ്പുകാർക്ക് തയ്യാർ ചെയ്ത റയ്യാൻ എന്ന കവാടത്തിലൂടെ കുടുംബസമേതം ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. റമദാൻ കടന്നു വന്നപ്പോ ഒരുപാട് ആളുകൾക്ക് കോടാരി കോടാരി ആളുകൾക്ക് നീ നരകമോചനം കൊടുക്കുമ്പോ സാധുക്കളായ ഞങ്ങൾക്കും നീ നരകമോചനം നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ റബ്ബാണല്ലോ അല്ലാഹ്. പാവങ്ങളായ ഞങ്ങൾക്ക് നീ കൃപ ചൊരിയണേ അല്ലാഹ്. നന്ദികേട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് റബ്ബേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ആരെങ്കിലും സ്വഭാവങ്ങൾ, പല ആളുകളുടെയും സ്വഭാവങ്ങൾ, ഞങ്ങളുടെ സ്വഭാവങ്ങൾ കാരണത്താൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ സ്വഭാവങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാഹ്. നല്ല സജ്ജനങ്ങളായ ആളുകളുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കിയതും ഹൃദയം സ്ഫുടമാക്കിയതൊക്കെ നീയാണല്ലോ അല്ലാഹ്. ഞങ്ങളുടെയും ഹൃദയം നീ സ്ഫുടമാക്കി തരണേ അല്ലാഹ്. നല്ലത് സംസാരിക്കാനുള്ള സന്മനസ് നീ നൽകണേ
നൽകണേ അല്ലാ. ഖൈറിന്റെ വാഗ്ദാക്കളായിക്കൊണ്ട് ഖൈറിന്റെ അഖിലുകാരായിക്കൊണ്ടും ഖൈറിന്റെ അഖിലുകാരോട് കൂട്ടുകൂടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഫിത്ന ബലാ ആഫത്ത് ഇടങ്ങേറ് മുസീബത്ത് ഉണ്ടാക്കുന്ന ശർറുകളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ സംരക്ഷിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി